റിപ്പോർട്ട് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി CPM-ലും നീക്കങ്ങൾ സജീവമാവുകയാണ്. മുഖ്യമന്ത്രി തന്നെയാകും LDF-ന്റെ പ്രചരണം നയിക്കുക. മുഖ്യമന്ത്രി മത്സരിച്ചു നയിക്കുമോ മത്സരിക്കാതെ നയിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. നേമത്ത് പ്രചാരണം ആരംഭിക്കാൻ മന്ത്രി V. ശിവൻകുട്ടിക്ക് പാർട്ടി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഘടകകക്ഷികളിൽ പലരുടെയും സീറ്റ് CPM ഏറ്റെടുത്തേക്കുമെന്നറിയുന്നു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്ക് ഇക്കുറി സീറ്റ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. തോമസ് ഐസക്, EP ജയരാജൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ വീണ്ടും മത്സരിപ്പിച്ചേക്കും. 2 ടേം വ്യവസ്ഥ എടുത്തു കളയും എന്നാണ് അറിയുന്നത്. റഹീസ് റഷീദ് വളരെ നിർണായകമായ തീരുമാനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 ടേം വ്യവസ്ഥ എടുത്തു കളഞ്ഞാൽ നിലവിൽ KK ശൈലജ ടീച്ചറിനെ തുടരാം. അതേപോലെ നമ്മുടെ തോമസ് ഐസക്കിന് തിരിച്ചു വരാനുള്ള കളമൊരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഇക്കുറി ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിൽ ഇറക്കേണ്ടി വരും എന്നുള്ളതാണ് ചില ഘടകകക്ഷികൾ. AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇവരെയൊക്കെ ഒഴിവാക്കി CPM ആ സീറ്റുകൾ കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരു തിരിച്ചുവരവിനാണ് ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി തന്നെ ആയിരിക്കില്ലേ താരപ്രചാരകൻ ഇക്കുറിയും? റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് അരുൺ. CPM-ന്റെ LDF-ന്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന കാര്യം നേതൃത്വത്തിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ധർമ്മടത്ത് അദ്ദേഹം ജനവിധി തേടിയാണോ LDF-നെ കേരളത്തിൽ പ്രചരണത്തിൽ നയിക്കുക, അതല്ല തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ LDF-നെ നയിക്കുകയാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അടുത്ത മാസങ്ങളിൽ ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഉണ്ടാവുക. മുഖ്യമന്ത്രി തന്നെയായിരിക്കും അദ്ദേഹം തീരുമാനിക്കുന്നത് പോലെയായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. മറ്റ് കാര്യങ്ങൾ 2 ടേം വ്യവസ്ഥ എടുത്തു കളയാനുള്ള ഒരു ധാരണ ഇതിനകം തന്നെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 25ഓളം പേർക്ക് അങ്ങനെ വന്നാൽ വീണ്ടും മത്സരിക്കാം. മന്ത്രിസഭയിൽ തന്നെ വീണ ജോർജും സജി ചെറിയാനുമൊക്കെ അങ്ങനെയാണെങ്കിൽ മത്സരിക്കാം. KK ശൈലജ ടീച്ചർക്ക് വീണ്ടും മത്സരിക്കാൻ സാധിക്കും. സ്പീക്കർ AN ഷംസീറിനടക്കമുള്ള ആളുകൾക്ക് വീണ്ടും മത്സരിക്കാൻ സാധിക്കും. ഈ 2 ടേം വ്യവസ്ഥ എടുത്തു കളഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം തിരുവനന്തപുരത്ത് BJP-യിൽ നിന്ന് വലിയ മത്സരം നേരിടുന്നുണ്ട് CPM. അതിൽ 6 പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വരും. അതിൽ ചില ആളുകൾ മാറി നിന്നാൽ ആ മണ്ഡലം തന്നെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് മാറി നിന്നാൽ അവിടെ LDF-ന്റെ വിജയസാധ്യത വളരെ കുറവാണ്. കാട്ടാക്കടയിൽ IB സതീഷ് മാറി നിന്നാൽ പ്രശ്നമാണ്. CK ഹരീന്ദ്രനും ആൻസലിനും നെയ്യാറ്റിൻകരയിലും പാറശാലയിലും മാറി നിന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് 2 ടേം വ്യവസ്ഥ മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, കൂടുതൽ സീറ്റുകളിലേക്ക് CPIM മത്സരിക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകും. മന്ത്രിമാരായ AK ശശീന്ദ്രന് എലത്തൂരിൽ ഇനി സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPIM പോകുന്നുണ്ട്. അത്തരം ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രന് ഇനി സീറ്റ് നൽകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നില്ല. കുട്ടനാടിൽ NCP-യുടെ തോമസ് K. തോമസിന് സീറ്റ് നൽകുന്നതിനെതിരെ ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്ത് ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തോമസ് K. തോമസിനും സീറ്റ് കിട്ടുമോ, ഇനി കിട്ടിയാൽ കുട്ടനാട് തന്നെ അല്ലാതെ മറ്റൊരു സീറ്റ് നൽകുമോ എന്ന കാര്യം അറിയണം. കേരള കോൺഗ്രസ് എമ്മിന് കാര്യങ്ങൾ സേഫാണ്. കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകൾ നൽകും. CPI-ക്കും സീറ്റുകളിൽ കുറവുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ആ തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ പുതുമുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കുന്നതിന് ഒപ്പം പരിചയസമ്പന്നരെ പുറത്തിറക്കുക, വീണ്ടും ഇറക്കുക എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നു. ഡോക്ടർ തോമസ് ഐസക് വീണ്ടും മത്സരരംഗത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കുന്നു. EP ജയരാജൻ മത്സരരംഗത്തേക്ക് വീണ്ടും കടന്നു വരാൻ സാധ്യതയുണ്ട്. P ജയരാജന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P ശശിയും A പ്രദീപ് കുമാർ അടക്കമുള്ള ആളുകളും വീണ്ടും മത്സരരംഗത്തേക്ക് വരാനാണ് സാധ്യതകൾ. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റഹീസ് റഷീദ്, റോഷിപാൽ, VS സുജിത്ത് എന്നിവരാണ് ആദ്യഘട്ടത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക അടിയൊഴുക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.